കടുപ്പത്തിലൊരു കഥ എന്ന നമ്മുടെ ചാനലിൽ ഇന്ന് കടുപ്പമുള്ള ഒരു കഥ തന്നെയാണ്. പാവയ്ക്കാക്കുട്ടനും കുഞ്ഞിപ്പാലുവും പോലെയുള്ള കടുപ്പം കുറഞ്ഞ കഥകളും നിങ്ങൾ ആസ്വദിച്ചു എന്നത് വലിയ സന്തോഷമാണ്. ഇന്നത്തെ കഥയുടെ പേര് സ്വപ്ന സഞ്ചാരം. എന്തോ നേർത്തൊരു ശബ്ദം കേട്ട തോന്നലിൽ അവൾ ഉണർന്നു. അഗാധമായ ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ ഉണ്ടാകാവുന്ന അപരിചിതത്വം തോന്നി. എവിടെയാണ് എന്ന് തികച്ചും പിടികിട്ടാത്ത ഒരവസ്ഥ. പരിസരമാകെ മയങ്ങി നിൽക്കുന്നു. കണ്ണുകൾ വലിച്ചു തുറന്നിട്ടും കനത്ത ഇരുട്ട് തന്നെ മുന്നിൽ. ചെവിയിലേക്ക് വീണ്ടും ആ ശബ്ദം. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമാണ്. അതൊരു തേങ്ങൽ പോലെയാണ് തോന്നിയത്. നിറയെ ചോദ്യങ്ങൾ ഉണർത്തിയ ആ ശബ്ദം ഇപ്പോൾ നേർത്ത് ഇല്ലാതായി. വീണ്ടും ഇരുട്ട് മാത്രം, കട്ട പിടിച്ച ഇരുട്ട്. ഏതോ സ്വപ്നത്തിലാവും താൻ എന്ന് ദേവികയ്ക്ക് തോന്നി. കണ്ണു തുറന്നിട്ടും മുറിയിലെ ചെറിയ നീലപ്രകാശം എന്തേ വരാത്തത് എന്നവൾക്ക് സംശയം തോന്നി. പവർ ഇല്ലാത്തതാണെങ്കിൽ ഇത്ര തണുപ്പ് വരില്ലല്ലോ. വലത് കൈ മെല്ലെ നീട്ടി കിടക്കയിൽ പരതി നോക്കി. ഇല്ല, കൈ എത്തുന്നിടത്തൊന്നും ആരുമില്ല. മരവിപ്പിക്കുന്ന തണുപ്പ് മാത്രം. രാച്ചു, എനിക്ക് തണുക്കുന്നു, ആ പുതപ്പൊന്ന് എൻ്റെ കാലിലേക്ക് ഇടാമോ? അവൾ പറഞ്ഞു നോക്കി. സാധാരണ അനക്കം കേട്ടാൽ അവൻ ഉണരാറുള്ളതാണ്. രാച്ചു, അവൾ ഇത്തിരി കൂടെ ഉറക്കെ നീട്ടി വിളിച്ചു. തന്റെ ശബ്ദം എവിടേക്കോ തട്ടിത്തിരിഞ്ഞ് വീണ്ടും തന്നിൽ തന്നെ വന്ന് തൊട്ടു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. മനസ്സിൽ ശൂന്യതയുടെ ഒരു സുഖം വന്ന് നിറയുന്നു. ഒരു ഭാരമില്ലായ്മ, ധ്യാനത്തിൽ അറിയുന്നത് പോലെ ആ ശാന്തത. കിടപ്പിൽ നിന്ന് ഒരിത്തിരി പോലും അനങ്ങാൻ അവൾക്ക് മനസ്സ് വന്നില്ല. കാലിൽ കൂടി അരിച്ചു കയറുന്ന തണുപ്പ്. മനസ്സറിയാതെ അവൾക്ക് എഴുന്നേൽക്കേണ്ടി വന്നു. ഇതെവിടെയാണെന്ന് തീരെ പിടികിട്ടിയില്ലെങ്കിലും ഇതിനകം ഇരുട്ടുമായി താതാത്മ്യം പ്രാപിച്ചിരുന്ന കണ്ണുകൾ മുന്നോട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തു. മങ്ങി തെളിയുന്ന കാഴ്ചയിൽ അവൾ മെല്ലെ നീങ്ങി. കനത്ത ഇരുട്ടിന്റെയും തണുപ്പിന്റെയും വലയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോഹം കൊണ്ടാവണം മനസ്സിന്റെ വേഗം ചലനങ്ങൾക്കും കൈവന്നു. ഇരുണ്ട ഇടനാഴി കടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു ചെറിയ വാതിൽ. അത് ചെന്ന് കയറുന്നത് ഒരു നീളൻ വരാന്തയിലേക്ക്. വരാന്തയുടെ ഭാഗമായി കാണുന്ന ചെറിയ തുറപ്പുകൾ ഓരോ മുറികൾ പോലെയാണ് എന്ന് അവൾക്ക് മനസ്സിലായി. ഇളം നീല കർട്ടനുകൾ, എല്ലായിടത്തും മരവിച്ച തണുപ്പ് മാത്രം. നിശബ്ദതയുടെ വരാന്തയിൽ ഒരിടത്ത് വെച്ച് അവൾ കർട്ടൻ നീക്കി ഉള്ളിലേക്കൊന്ന് പാളി നോക്കി. കണ്ണിനെയും മനസ്സിനെയും മടുപ്പിക്കുന്ന അരണ്ട മഞ്ഞ പ്രകാശം. നിറയെ വയറുകൾ ഘടിപ്പിച്ച എന്തൊക്കെയോ യന്ത്രങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന ചെറിയൊരു മുറി. ചുവന്ന വെളിച്ചം കത്തി നിൽക്കുന്ന യന്ത്രഭാഗങ്ങൾ. ഇതൊക്കെയാണ് ആദ്യം കണ്ണിൽ പതിഞ്ഞത്. അതിനൊക്കെ ഇടയ്ക്ക് അവയുടെയൊക്കെ ഭാഗമായി തോന്നിപ്പിച്ച മനുഷ്യരൂപം പിന്നീടാണ് വ്യക്തമായത്. പിണഞ്ഞു കിടക്കുന്ന ട്യൂബുകൾക്കും വയറുകൾക്കുമൊക്കെ ഇടയിൽ സ്ത്രീയോ പുരുഷനോ എന്ന് തിരിച്ചറിയാനാവാത്ത ആ രൂപം നോക്കി നിന്നപ്പോൾ അവൾക്ക് മെല്ലെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ആ തിരിച്ചറിവിന്റെ സംഭ്രാന്തിയിൽ നീളൻ വരാന്ത നടന്നു തീർക്കാനാവാതെ ദേവിക മെല്ലെ ഓടിത്തുടങ്ങി. ഒരിക്കലും അവസാനിക്കില്ല എന്ന് തോന്നിപ്പിച്ച നീളൻ കർട്ടനുകൾക്കൊടുവിൽ ഒരു വലിയ വാതിൽ അവൾ ആശ്വാസത്തോടെ കണ്ടു. പിന്നിട്ട വാതിലിന് മുന്നിൽ കണ്ട ചുവന്ന ബോർഡ് വായിച്ചെടുത്തപ്പോൾ ഉണ്ടായ സംഭ്രമത്തിൽ ദേവിക ചുറ്റുമൊന്ന് നോക്കി. നിരത്തിയിട്ടിരിക്കുന്ന നരച്ച ചാര നിറമുള്ള അസംഖ്യം കസേരകൾ. മിക്കതും ഒഴിഞ്ഞുകിടന്നു. ചിലതൊക്കെ ചേർത്തിട്ട് ആരൊക്കെയോ കിടക്കുന്നുമുണ്ട്. അവിടെയായി ചിതറിയിരിക്കുന്ന നിരവധി അപരിചിത മുഖങ്ങൾ. മടുപ്പും മരവിപ്പും നിറഞ്ഞു നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ചുറ്റും നോക്കി. താൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? അത് മാത്രം തെളിഞ്ഞു വരുന്നില്ല. ഇന്നലെ രാത്രി സിനിമയ്ക്ക് പോയി വരുന്നത് വരെ ഓർമ്മയുണ്ട്. അതിനുശേഷം ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ച് അവൻ കിടപ്പുമുറിയിലേക്ക് നടന്നതും താൻ സോഫായിൽ ചുരുണ്ടതും അവ്യക്തമായി തെളിയുന്നു. മറ്റൊന്നും തന്നെ ഇപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നില്ല. പിന്തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വരാന്തയുടെ കോണിൽ പുറം തിരിഞ്ഞ് തല കുനിച്ചു നിൽക്കുന്ന രൂപം കണ്ണിൽപ്പെട്ടത്. അത് രാച്ചു അല്ലേ? അതെ. പിന്നിൽ നിന്ന് നോക്കുമ്പോൾ പോലും തനിക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ആ നിഴൽ, അത് രാകേഷ് തന്നെ. പെട്ടെന്നാണ്
തനിക്കു പിന്നിൽ വരാന്തയിലേക്കുള്ള ഇരട്ട കതക് തുറന്നതറിഞ്ഞപ്പോൾ ഇരുളിൽ നിന്നും രാകേഷ് മുന്നോട്ട് വരുന്നത് കണ്ടത്. ഡോക്ടർ എന്ന വിളി ഉയർന്നു കേട്ടപ്പോൾ ഒരു നിമിഷം ദേവിക ശങ്കിച്ചു. ഇവന് ഇത്രയൊക്കെ ഉറക്ക ശബ്ദമുണ്ടാക്കാനാവുമോ? അപ്രതീക്ഷിതമായി ഉയർന്ന ശബ്ദത്തിന്റെ ഉണർച്ചയിൽ അവിടെ ചിതറിയിരുന്ന എല്ലാവരും രാകേഷിന് ചുറ്റും കൂടുന്നത് ദേവിക കണ്ടു. എന്താടാ നമ്മളെന്താ ഇവിടെ? നീ എന്തിനാ ഒച്ചയെടുക്കുന്നത്? ചോദ്യം ആവർത്തിക്കുന്ന തന്നെ തീരെ ശ്രദ്ധിക്കാതെ ചുറ്റുമുള്ളവർ രാകേഷിനെ പൊതിയുന്നതും താൻ പിന്നിലേക്കാവുന്നതും ദേവിക തിരിച്ചറിഞ്ഞു. തനിക്ക് മുന്നിൽ നിരവധി വലയങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന അവനെ അവ്യക്തമായി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. രാച്ചു! സകല ശക്തിയും എടുത്തവൾ വിളിച്ചു. അവളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ആരും അവളെ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നതായിരുന്നു. കാഴ്ചയുടെ ആവേശം അടങ്ങിയപ്പോൾ പിരിഞ്ഞു തുടങ്ങിയ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി കസേരയിലിരുന്ന രാകേഷിനെ അവൾ കണ്ടു. അടുത്തേക്ക് നീങ്ങിയപ്പോൾ അവൾക്ക് മനസ്സിലായി, തല കുനിച്ച് സ്വന്തം കൈപ്പടത്തിലേക്ക് നോക്കിയിരിക്കുന്ന അവൻ ഒരു തേങ്ങലിലേക്ക് എത്തിയിരിക്കുന്നു. രാച്ചു, വേണ്ട, കരയല്ലേ ഇങ്ങനെ. അവൾ അവനെ ചേർത്ത് പിടിക്കാൻ നോക്കി. നിനക്ക് എന്തു പറ്റി? നോക്കൂ, നമ്മളെന്താ ഇവിടെ? എനിക്ക് നാളെ എത്ര തിരക്കുള്ള ദിവസമാണെന്ന് നിനക്കറിയാമല്ലോ. ഇപ്പൊ തന്നെ ഉറക്കം പോയി. ഇനി നാളെ എന്റെ ദിവസം ആകെ തകരാറിലാവും. സംസാരിക്കാനുള്ള ശ്രമം വിഫലമായി എന്ന് കണ്ട അവൾ മൊബൈൽ എടുക്കുന്ന രാകേഷിനെ നോക്കി നിന്നു. അതെ ബാലേട്ടാ, കൊണ്ടുവന്നപ്പോ കോൺഷ്യസ് ആയിരുന്നു. എനിക്കൊന്നും അറിയില്ല ബാലേട്ടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞു തീരും മുൻപേ പൊട്ടിപ്പോയ രാകേഷിനെ കണ്ടപ്പോൾ ദേവികയ്ക്ക് വല്ലാത്ത വാത്സല്യവും ഇഷ്ടവും തോന്നി. ഈ ചെക്കൻ കാണിക്കുന്ന ഗൗരവവും വീർപ്പിക്കലും ഒക്കെ വെറും വെച്ചുകെട്ട് തന്നെ. ഇത്രയൊക്കെ ഉള്ളോ ഇവൻ? അവനെ ചേർത്ത് പിടിക്കാൻ നോക്കിയ അവൾ കൈകൾ വഴുതി പോകുന്നതറിഞ്ഞു. താൻ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ആരുടെ കാര്യമാണ് ഇവൻ പറയുന്നത്? ചിന്താക്കുഴപ്പത്തിൽ നിന്ന് ദേവികയെ രക്ഷിക്കാൻ എന്ന വണ്ണം പിന്നീട് തുറന്ന ഇരട്ട കതക് കണ്ടതും കസേരയിൽ നിന്ന് ചാടി എണീറ്റ് വാതിലിന് നേരെ ഓടാൻ തുടങ്ങിയ രാകേഷ് ബാലൻസ് നഷ്ടപ്പെട്ട് മുട്ടുകുത്തി താഴേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. അവിടെയായി ഇരുന്നിരുന്നതിൽ ചിലർ ഓടി എണീറ്റ് അവന്റെ അടുത്തേക്ക് നീങ്ങി. ചിലർ ഇതൊക്കെ എത്ര കണ്ടതാണ് എന്ന മട്ടിൽ നിർവികാരതയോടെ ഇരുന്നു, തങ്ങളെ ബാധിക്കുന്നതല്ലാത്ത മറ്റൊന്നിലും ഒരു താല്പര്യവുമില്ലാതെ. ഒരു വിളിയോടൊപ്പം അവനെ പിടിക്കാൻ മുന്നോട്ട് നീങ്ങിയ ദേവിക കണ്ടത് രാകേഷിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്നോട് ചേർത്ത് നിർത്തുന്ന ബാലേട്ടനെയാണ്. ബാലേട്ടനെ കണ്ടപ്പോൾ ഒരാശ്രയം കിട്ടിയ സമാധാനത്തിൽ തോളോട് ചേർന്ന് രാകേഷ് തേങ്ങി. നീ അല്പസമയം ഇവിടെ ഇരിക്കൂ, ഞാനൊന്ന് പോയി മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ തിരിച്ചു വരാം. പറയുന്നതോടൊപ്പം അവനെ താങ്ങി കസേരയിലിരുത്തി. കൂടെ ഉണ്ടായിരുന്ന അജിത്തിനോട് ഒപ്പം ഇരിക്കാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് ബാലേട്ടൻ മുന്നോട്ട് നീങ്ങി. സ്ട്രോളി ഉന്തിക്കൊണ്ടുവന്ന മധ്യവയസ്കൻ അക്ഷമയോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊന്ന് ഡ്രസ്സിംഗ് റൂമിൽ എത്തിച്ചിട്ട് വേണം അയാൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ. താഴത്തെ ഓഫീസിൽ ചെന്ന് ഔപചാരികതകളൊക്കെ തീർത്ത് ബാലകൃഷ്ണൻ തിരിച്ചെത്തിയപ്പോൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു രാകേഷ്. തൊട്ടടുത്ത് എന്തു പറയണം എന്നറിയാതെ അജിത്തും. അടുത്ത് ഒഴിഞ്ഞു കിടന്ന കസേരയിൽ ഇരുന്ന് തോളിൽ തട്ടപ്പോൾ കണ്ണു തുറന്നു നോക്കി അവൻ. അറിയിച്ചോ? സോപാനത്തിൽ തല ഉയർത്തിയ അജിത്ത് ചോദിച്ചു. ഉവ്വ്, വിളിച്ചു പറഞ്ഞു. ശിവപ്രസാദാണ് എടുത്തത്. അവരോട് നേരെ വീട്ടിലെത്താൻ പറഞ്ഞു ഞാൻ. ഇവിടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ ഇനി. അവിടെ നിന്ന് ഓടിച്ചെത്തുമ്പോൾ ഏതായാലും സമയമാകും. അപ്പോഴേക്കും നമ്മളും അവിടെ എത്തും. ഇനി എന്തു പറയണം എന്നറിയാതെ ചുമലുകൾ ഉയർത്തി നേരെ ഇരുന്നു ബാലകൃഷ്ണൻ. ഡോക്ടറോട് ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞത് എന്തെങ്കിലും കനത്ത ആഘാതമുണ്ടാവാതെ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്നാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനകം എന്തെങ്കിലും ശക്തമായ ആഘാതം, എങ്ങനെയെങ്കിലും എന്തെങ്കിലും പിടിച്ചു തള്ളലോ തലമുട്ടലോ പോലെ എന്തെങ്കിലും, നീ ഒന്ന് ഓർത്തു നോക്കൂ. മിഴികൾ ഉയർത്തി തന്നെ നോക്കുന്ന രാകേഷിന്റെ മുഖത്തെ ദൈന്യത കണ്ട ബാലേട്ടൻ പറഞ്ഞു വന്നത് പകുതിക്ക് വെച്ച് നിർത്തി അവന്റെ ചുമലിൽ കൈവച്ചു. ആ സ്പർശനം അറിയാത്ത മട്ടിൽ ഇരുന്ന അവൻ ആരോടൊന്നില്ലാത്തവണ്ണം സ്വയം പറഞ്ഞു തുടങ്ങി പതിഞ്ഞ ശബ്ദത്തിൽ. ഇന്നലെ സിനിമയ്ക്ക് പോയിരുന്നു. ശനിയാഴ്ച വൈകുന്നേരങ്ങൾ പതിവുള്ളതുപോലെ തന്നെ. എല്ലാ പ്ലാനിങ്ങും അവളാണ് ചെയ്തത്. ബാലകൃഷ്ണന്റെ നേരെ തല ഒന്നുയർത്തി നോക്കി അവൻ തുടർന്നു. അറിയാമല്ലോ സിനിമയോടുള്ള ദേവുവിന്റെ താല്പര്യം. സിനിമയും കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ള ആഹാരം എവിടെ നിന്ന് വേണം എന്നതുപോലും അവൾ തീരുമാനിച്ചിരുന്നു. ഓഫീസിൽ വല്ലാത്ത ഒരു ദിവസമായിട്ടും
അവളെ വിഷമിപ്പിക്കേണ്ട എന്നോർത്താണ് ഞാൻ കൂടെ ഇറങ്ങിയത്. സിനിമ കഴിഞ്ഞ് അത്താഴവും കഴിഞ്ഞ് വരുന്ന വഴിക്ക് കാറിലിരുന്ന് പതിവ് പോലെ വഴക്കുമുണ്ടായി. ഓർമ്മയിൽ നിന്ന് ഓരോന്നായി പെറുക്കിയെടുത്ത് രാകേഷ് പറഞ്ഞു. ചുമലിൽ മെല്ലെ തട്ടി ശ്രദ്ധയോടെ ബാലേട്ടൻ കേട്ടിരുന്നു. വഴക്കല്ല രാച്ചു, നമ്മൾ തമ്മിൽ തർക്കമാണുണ്ടായത്. ഒക്കെ കേട്ടുനിന്ന് അവൾ തിരുത്താൻ നോക്കി. അത് കേട്ടിട്ടെന്നവണ്ണം അവൻ തുടർന്നു. ബാലേട്ടൻ അറിയാമല്ലോ, വഴക്ക് എന്ന് വെച്ചാൽ തർക്കം, നിസ്സാര കാര്യത്തിനാണ്. രാകേഷിന്റെ ചുണ്ടിൽ ഏതോ ഓർമ്മയുടെ ചിരിത്തരികൾ വന്നെത്തി നോക്കി മാഞ്ഞുപോയി. അത് കണ്ട ദേവികയ്ക്ക് സ്നേഹം വന്ന് ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി. അല്ലെങ്കിലും രാജുവിന്റെ ചിരി നല്ല ഭംഗിയാണ്. പല ഭാവങ്ങളുള്ള ചിരിയുണ്ട് അവന്. ഇപ്പോൾ വന്നു മാഞ്ഞതുപോലെയുള്ള തിളക്കമുള്ള ചിരിയാണ് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അവന്റെ കനത്ത മുടിയിൽ വിരൽ കോർത്തു വലിച്ച് വേദനിപ്പിക്കാൻ അവൾക്ക് തോന്നി. അവളുടെ സ്നേഹം പ്രകടിപ്പിക്കൽ രീതികളിൽ ഒന്നാണ്. കുറച്ചു സഹിച്ചു കഴിയുമ്പോൾ 2 കൈയും കൊണ്ട് അവളെ അടക്കം പിടിച്ചു ചേർത്ത് അനങ്ങാൻ പോലും ആവാതെ വലിച്ചെടുത്ത് അവൻ കട്ടിലിലേക്ക് മറിച്ചിടും. പിന്നെ കുറച്ചു സമയത്തേക്ക് അവരുടെ ലോകത്ത് മറ്റാരും മറ്റൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഓർമ്മയിൽ വന്നപ്പോൾ രാകേഷിന്റെ അടുത്തേക്ക് മെല്ലെ നീങ്ങിയ അവൾ നടത്തത്തിന്റെ അസ്വാഭാവികതയിൽ പെട്ടെന്ന് നിന്നുപോയി. സാധാരണ അവൾ പിണങ്ങിക്കിടന്നാൽ കുറച്ചു കഴിയുമ്പോൾ തനിയെ വരും ബാലേട്ട. വരുന്ന ഭാവം കണ്ടില്ലെങ്കിൽ ഞാൻ പോയി കൊണ്ടുവരും. പക്ഷെ ഇന്നലെ തലേണയും വലിച്ചെടുത്ത് സോഫയിലേക്ക് ചാടിത്തുള്ളിപ്പോയ അവളെ വിളിക്കണമെന്ന് തോന്നിയെങ്കിലും ഇത്തിരി വാശി കുറയട്ടെ എന്ന് ഞാനും കരുതി. വെളുപ്പിന് ഉണർന്നപ്പോഴാണ് കട്ടിലിൽ ദേവു ഇല്ല എന്ന് മനസ്സിലായത്. വിളിച്ചു നോക്കിയിട്ടും അനക്കം കാണാതെ ഞാൻ വന്ന് നോക്കിയപ്പോ പറഞ്ഞു വന്നപ്പോൾ ഒരു വിതുമ്പൽ വന്ന് അവന്റെ സംസാരം മുറിഞ്ഞുപോയി. കേട്ടിരുന്ന ബാലകൃഷ്ണൻ മെല്ലെ അവനെ പുറത്ത് തട്ടി ശാന്തനാക്കാൻ നോക്കി. കുറച്ച് പുറത്ത് പോവട്ടെ, തനിയെ സ്വസ്ഥമാവട്ടെ ഇത്തിരിയെങ്കിലും. ഒന്നും തീരുമാനിക്കാനാവാത്ത നിസ്സഹായതയിൽ ബാലകൃഷ്ണൻ എണീറ്റ് ജനാലയ്ക്കരികിൽ ചെന്ന് താഴേക്ക് നോക്കി. വിചിത്രമായ എന്തൊക്കെ അനുഭവങ്ങളാണ് ജീവിതം നമുക്കായി കാത്തുവെക്കുന്നത്. ജനാലയ്ക്കരികിലേക്ക് നടക്കുന്ന ബാലേട്ടനെ നോക്കിയിരുന്നപ്പോൾ എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ ചില മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കുന്നത് എന്ന് രാകേഷ് അതിശയിച്ചു. ചിലപ്പോൾ താനൊരു ദുസ്വപ്നത്തിലാവാം. ഈ നിമിഷം സ്വപ്നം അവസാനിച്ച് താനുണരുകയും അടുത്ത് കിടന്ന് ശാന്തമായി ഉറങ്ങുന്ന ദേവുവിനെ കാണുകയും ഒക്കെ പഴയതുപോലെ സ്വസ്ഥമാവുകയും ചെയ്തിരുന്നെങ്കിൽ അയാൾ വെറുതെ ആഗ്രഹിച്ചു. ഹോസ്പിറ്റൽ കവാടത്തിലെ വിളക്കിന്റെ വെളിച്ചം താഴെ നിരത്തിലേക്കും വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പുലർക്കാലത്തിന്റെ കുളിർമയിൽ തണുത്തു കിടക്കുന്ന പാത കണ്ണെത്താ ദൂരം വിജനമായി അങ്ങനെ. നേരെ മുന്നിൽ റോഡരികിലെ ഒരു മരുന്ന് കട തുറന്നിരിക്കുന്നുണ്ട്. കുറച്ചു മാറി ഒരു ചെറിയ പെട്ടിക്കടയും. പെട്ടിക്കടയുടെ മുമ്പിൽ 3-4 പേർ കട്ടൻ ചായ കുടിച്ചും പുകവലിച്ചും നിൽക്കുന്നത് കാണാമായിരുന്നു. നോക്കി നിന്നപ്പോൾ ബാലകൃഷ്ണന് വല്ലാതെ തൊണ്ട വരളുന്നത് പോലെ തോന്നി. തിരിഞ്ഞ് രാകേഷിന്റെ അടുത്ത് ചെന്ന് തോളിൽ തൊട്ട് ചോദിച്ചു, എന്തെങ്കിലും കുടിക്കണോ രാകേഷ്? ഞാൻ വെള്ളം വാങ്ങി വരാം. തല ഉയർത്തി നിഷേധാർത്ഥത്തിൽ മൂളിയ അവൻ ഒരു മറു ചോദ്യത്തിലാണെത്തിയത്. അവളെ എപ്പോ കൊണ്ടുവരും? അവന്റെ കണ്ണുകളിലെ ദൈന്യം കാണെ ദേവികയ്ക്ക് അവളോട് തന്നെ എന്തിനെന്നറിയാതെ ദേഷ്യം വന്നു. ജനാലയിലൂടെ കയറി ഇറങ്ങാൻ വന്ന കാറ്റ് അവളെ തൊടാതെ ബാലേട്ടന്റെ മുണ്ടിൻ തലപ്പിലും അവന്റെ നീണ്ടു തുടങ്ങിയ മുടിയിഴകളിലും തട്ടിത്തടഞ്ഞു നിന്നു. അവന്റെ കോലൻ മുടി വല്ലാതെ വളർന്നിരിക്കുന്നു. പെരുന്നാൾ മാസമായതുകൊണ്ട് മുടി വെട്ടാനും പാടില്ലല്ലോ. രാച്ചു അറിയാതെ ഒരു പിറന്നാൾ സമ്മാനം വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞ 2 തവണയും പറ്റിയില്ല. അവൾ വാങ്ങുന്നത് എവിടെ ഒളിച്ച് മാറ്റിവെച്ചാലും എന്തു മറിമായം ചെയ്തിട്ടാണോ എന്തോ അവന്റെ കണ്ണിൽപ്പെടും. ഇത്തവണയെങ്കിലും അവന് സർപ്രൈസ് ആവണം എന്നൊരു വാശിയുണ്ടായിരുന്നു. കിടപ്പുമുറിയിലെ ഭിത്തി അലമാരിയുടെ മുകളിൽ പെട്ടികളും യാത്രാ ബാഗുകളും ഒക്കെ ഒതുക്കുന്നിടത്ത് എടുത്തു വച്ച സമ്മാനപ്പൊതി എന്തായാലും അവൻ ഒരു കാരണവശാലും കണ്ടുപിടിക്കില്ല. ചിന്തകൾ അവിടെ എത്തിയപ്പോൾ ഒരു മായ കാഴ്ചയിൽ എന്ന വണ്ണം കഴിഞ്ഞതൊക്കെ അവളുടെ ഓർമ്മകളിൽ തെളിഞ്ഞു വന്നു. ഡ്രസ്സിംഗ് മേശയിലെ സ്റ്റൂൾ നിരക്കിക്കൊണ്ടുവന്ന് അതിൽ കയറി നിന്ന് നോക്കിയിരുന്നു. ഇത്തിരി പൊക്കം കുറവാണ്, ഇനി എന്തു ചെയ്യും? വിളക്ക് കത്തിച്ചു വെക്കുന്ന കുട്ടി സ്റ്റൂൾ ഓർമ്മയിൽ വന്നു. ഇപ്പൊ ഓക്കെ. ബാലൻസ് പിടിച്ച് സ്റ്റൂളിന്റെ മുകളിൽ കയറുന്ന തന്നെ അവൾക്ക് കാണാം. സ്റ്റൂളിൽ കയറി കൈയെത്തി വലിഞ്ഞ് സമ്മാനപ്പൊതി മുകളിൽ വെക്കുന്നതും കാണാം. അതിനിടയിൽ ചെറിയ സ്റ്റൂൾ മെല്ലെ തെന്നാൻ ഭാവിക്കുന്നത് തെന്നുന്നത് ഒന്നും ദേവിക അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നിഴൽ രൂപങ്ങൾ പോലെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്.
അതാ സ്റ്റൂൾ തെന്നുന്നുണ്ട്, ശ്രദ്ധിക്കണേ, നീ താഴെ വീഴും. അവൾ പറയുകയും ദേവിക താഴേക്ക് വീഴുകയും ഒരേ സമയത്തായിരുന്നു. ആ വീഴ്ചയിൽ എവിടെയെങ്കിലും പിടിക്കാൻ ശ്രമിച്ച അവളുടെ തല ശക്തിയിൽ മേശയിൽ അടിക്കുന്നത് കണ്ടു. നടന്നത് താൻ കാണുന്ന ഒപ്പം രാകേഷിനെയും വിളിച്ചു കാണിക്കാൻ അവൾ ശ്രമിച്ചു. അവന്റെ ഷർട്ടിൽ പിടിച്ചു വലിക്കാൻ നോക്കി. അവൾ എത്ര വിളിച്ചിട്ടും തൊട്ടിട്ടും അവൻ അറിയുന്നതേയില്ല. വീണടുത്ത് നിന്ന് എണീറ്റ് താൻ ഒരു 5 മിനിറ്റ് അവിടെ തന്നെ ഇരുന്നു പോയതും അവൾക്ക് കാണാം. രാകേഷിനെ വിളിച്ചു കാണിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച അവൾ തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാനുള്ള ഏക അവസരം ഇതുമാത്രമാണ് എന്ന അറിവിൽ നോക്കി നിന്നു. ദേവിക നേരെ നടന്ന് ഫ്രിഡ്ജ് തുറന്ന് ഐസ് എടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞു. തലമുട്ടിയ ഭാഗത്ത് വെച്ചുരസി. കണ്ണാടിയിൽ നോക്കി മുറിഞ്ഞോ എന്ന് പരിശോധിച്ച് തികച്ചും സാധാരണ മട്ടിൽ മുൻവശത്തേക്ക് നടന്നു. മുഖം മാത്രം വീഴ്ചയുടെ വേദനയിൽ ചുളിഞ്ഞിരുന്നു. നടന്നതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നി അവൾക്ക്. ചിലപ്പോൾ താൻ കാണാറുള്ള ദുസ്വപ്നം പോലെ. മുറിയിൽ ഇരുട്ടും മൗനവും മാത്രം. ചുവരിലെ ക്ലോക്ക് കൃത്യമായി മുഴങ്ങിക്കൊണ്ടിരുന്നു. അതല്ലാതെ മറ്റൊന്നും തനിക്കറിയില്ല എന്ന ഭാവത്തിൽ. ഇത് സ്വപ്നമാണോ അതോ ഇതാണോ നടക്കുന്നത്? ഒന്നും തന്നെ വേർതിരിച്ചറിയാനാവാതെ അവൾ ചുറ്റും പകച്ചു നോക്കി. ആരോ കസേര നിരക്കുന്ന ശബ്ദം കേട്ടു. അന്തരീക്ഷത്തിന്റെ വിറങ്ങലിച്ച മ്ലാനതയിൽ ഉയർന്നു കേട്ടു ആ ശബ്ദം. പലവിധ ആലോചനകളിൽ ഇരുന്നിരുന്നവർ തല പൊന്തിച്ച് ഒന്ന് നോക്കി. വിശേഷവിധിയായി ഒന്നും സംഭവിക്കുന്നില്ല എന്ന തിരിച്ചറിവിൽ വീണ്ടും അവനിലേക്ക് തിരിച്ചുപോയി. കയ്യിൽ ഒരു കുപ്പി വെള്ളവുമായി പടി കയറി വന്ന ബാലേട്ടൻ അവന്റെ അടുത്തെത്തി ചുമലിൽ പിടിച്ചുയർത്തി. മുന്നോട്ട് നടന്ന ബാലേട്ടന്റെ ഒപ്പം ചേർന്ന് നടന്നു നീങ്ങുന്ന രാകേഷ് എവിടെയൊക്കെയോ ഗ്ലൂമി സൺഡേ എന്ന പ്രശസ്തമായ ഹംഗേറിയൻ പാട്ടിനെ ഓർമ്മിപ്പിച്ചു. അവർ പോകുന്നു എന്ന അമ്പരപ്പിൽ ഇനി എന്തു വേണം എന്നറിയാതെ അവൾ നിന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് താൻ ഉണ്ടാവേണ്ടത്? തന്നെ രൂപമായോ ശബ്ദമായോ സ്പർശമായോ അറിയാനാവാത്ത രാകേഷിന്റെ ഒപ്പമോ, അതോ താഴെ ഡ്രസ്സിംഗ് ടേബിളിൽ തന്നെയും കാത്തുകിടക്കുന്ന ദേവിക എന്ന ദേഹത്തിനൊപ്പമോ? തീരുമാനിക്കാനാവാതെ കുഴഞ്ഞപ്പോൾ ലിഫ്റ്റ് താഴേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു. അവിടെയായി ഇരുന്നിരുന്ന കൂട്ടുകിടപ്പുകാർ പലരും നല്ല ഉറക്കത്തിലാണ്. ചിലരാകട്ടെ എപ്പോൾ വേണമെങ്കിലും തുറക്കാവുന്ന ചില്ലുവാതിലിലൂടെ വന്നേക്കാവുന്ന അറിയിപ്പുകൾക്കായി കാത്തിരുന്നു. തുടക്കത്തിന്റെയും ഒടുക്കത്തിന്റെയും അറിയിപ്പുകൾ. ഇന്നത്തെ കഥ സ്വപ്ന സഞ്ചാരം. കേൾക്കുന്നവർ അഭിപ്രായങ്ങൾ കൂടി അറിയിച്ചാൽ സന്തോഷം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുമല്ലോ. കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്തു കൊടുത്താൽ അതും സന്തോഷം. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിൽ മറ്റൊരു പോസ്റ്റുമായി വീണ്ടും കാണാം.